ആപ്പുകൾ നിരോധിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പബ്ജി ഉൾപ്പെടെയുള്ള 275 ആപ്ലിക്കേഷനുകളുടെ പട്ടിക കേന്ദ്രം ഈ പബ്ജി നിരോധനം ഒരുപക്ഷെ ഇന്ത്യയിൽ വലിയ സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാകും. ടിക്ടോക്ക് നിരോധിച്ച മാതിരി ആയിരിക്കില്ല. നേരെ കുട്ടികൾ വല്ലാതെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പബ്ജി. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ പോലും കളിക്കുന്ന ഒന്നാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഹലോ ഗെയ്സ്, 3 ദിവസം മുമ്പ് ഇന്ത്യയിലെ എല്ലാ ന്യൂസ് പ്ലാറ്റ്ഫോമിലും മോസ്റ്റ് ട്രെൻഡിങ് ന്യൂസ് ഇതായിരുന്നു. പബ്ജി അടക്കം 275 ആപ്പുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നു. മറ്റ് 274 ആപ്പിനെയും പറയാതെ പബ്ജി എന്ന ഗെയിമിനെ മാത്രം മെൻഷൻ ചെയ്ത് പറയുമ്പോൾ ഈ ഒരു ഗെയിം ഇന്ത്യയെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നത് ഊഹിക്കാവുന്നതാണ്. 2017 പബ്ജി ലോഞ്ച് ചെയ്യുമ്പോൾ പലർക്കും ജസ്റ്റ് എ ഗെയിം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് മില്യൺസ് ഓഫ് ഡൗൺലോഡ്സും കോടിക്കണക്കിന് ആസ്തിയുമുള്ള പബ്ജി എന്ന ഈ ഒരു ഗെയിം പലർക്കും ഒരു വേ ഓഫ് ഇൻകം കൂടിയാണ്. പബ്ജി കളിച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ തീർച്ചയായും കാണേണ്ടതാണ്. അതിനെല്ലാം മുമ്പ് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങി അന്നാന്നത്തെ അന്നത്തിന് വകയില്ലാത്ത ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തിൽ നിന്നാണ് പബ്ജി എന്ന ഈ ഒരു ഗെയിം വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെൽക്കം ബാക്ക് ടു MS ടോക്സ്. ഏറ്റവും ആദ്യമായി നിങ്ങളെല്ലാവരോടും ഒരു അടിപൊളി താങ്ക്സ് പറയാണ് ഞാൻ. കാരണം നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ ഇത്രത്തോളം റെസ്പോൺസ് തന്ന നിങ്ങളാണ് യഥാർത്ഥ മാസ്. നിങ്ങൾ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. പബ്ജി ഈ വാക്ക് കേൾക്കാത്തവർ ഇന്ന് വളരെ കുറവായിരിക്കും. സത്യത്തിൽ എന്താണ് പബ്ജി? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള 100 ആളുകളെ ഒരു ദ്വീപിൽ കൊണ്ടിറക്കുകയാണ് പബ്ജി എന്ന ഗെയിം. അവർക്ക് അറ്റാക്ക് ചെയ്യാനും ഒളിക്കാനും വേണ്ട ആയുധങ്ങളും വാഹനങ്ങളും വീടുകളും എല്ലാം ആ ദ്വീപിലുണ്ട്. ഈ 100 പേരിൽ ആരാണോ പരസ്പരം അറ്റാക്ക് ചെയ്ത് അവസാനം ബാക്കിയാവുന്നത് അവൻ ഈ ഗെയിം വിജയിക്കുന്നതായിരിക്കും. സർവൈവ് ടു ഫിറ്റസ്റ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. 1976 അയർലൻഡിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ബ്രണ്ടൻ ഗ്രീൻ എന്ന വ്യക്തി ജനിക്കുന്നത്. വീട്ടിലെ ദാരിദ്ര്യവും അച്ഛൻ്റെയും അമ്മയുടെയും പരസ്പര തർക്കങ്ങളും കാരണം പൂർണ്ണമായും ഒറ്റപ്പെടലിനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ബ്രണ്ടൻ. കുട്ടിക്കാലം തൊട്ടേ തൻ്റെ കൂട്ടായി ഉണ്ടായിരുന്നത് തൻ്റെ ക്യാമറയായിരുന്നു. ഒഴിവു സമയങ്ങളിൽ ഫോട്ടോ എടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി. തൻ്റെ കോളേജ് ലൈഫിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് പ്രപ്പോസൽ ചെയ്യുകയും ആ കുട്ടി യെസ് പറയുകയും ചെയ്തതോടെയാണ് സന്തോഷം എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നത്. വിവാഹശേഷം അയർലൻഡിൽ നിന്നും ബ്രസീലിലേക്ക് മാറി താമസിക്കുകയാണ് ബ്രണ്ടൻ. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് വേണ്ടി കാടുകളിൽ പോയി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യലായിരുന്നു. എന്നാൽ ഈ സന്തോഷം ഏറെ നീണ്ടു നിന്നില്ല. അദ്ദേഹത്തിൻ്റെ 2 ഹോബികൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ലൈഫിനെയും മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും സിനിമ കാണുകയും ഗെയിം കളിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ബ്രണ്ടൻ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഡൈവോഴ്സ് ചെയ്യുകയാണ്. തൻ്റെ എല്ലാ സന്തോഷത്തിൻ്റെയും കാരണക്കാരിയായ അവളുടെ ഈ പോക്ക് വീണ്ടും അദ്ദേഹത്തെ ഒറ്റപ്പെടലിലേക്കും ഡിപ്രഷനിലേക്കും എത്തിച്ചു. ജോലി നഷ്ടമായി. ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിൽക്കുമ്പോഴാണ് സ്വന്തം നാടായ അയർലൻഡിലേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ ജോലിയില്ലാത്തവർക്കുള്ള പെൻഷൻ കൊണ്ട് ജീവിച്ചിരുന്ന സമയത്താണ് എന്തുകൊണ്ട് എനിക്ക് കളിക്കാൻ സ്വന്തമായൊരു ഗെയിം ഉണ്ടാക്കിക്കൂടാ എന്ന് ബ്രണ്ടൻ ആലോചിക്കുന്നത്. വെറും ഒരു ഫോട്ടോഗ്രാഫർ മാത്രമായിരുന്ന അദ്ദേഹം ഇൻ്റർനെറ്റിൽ നോക്കി ഗെയിം ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. ഉണ്ടാക്കിയ ഗെയിമെല്ലാം ഫ്രീ ആയി പബ്ലിഷ് ചെയ്യുകയാണ്. ബ്രണ്ടൻ്റെ ഗെയിമുകളുടെ നിലവാരം കണ്ട് പ്രശസ്തമായ സോണി കമ്പനി അദ്ദേഹത്തിൻ്റെ ഐഡിയകളെ വിലക്ക് വാങ്ങുകയാണ്. സോണിയുടെ ഒരു കൺസൾട്ടൻ്റായി അദ്ദേഹത്തിനെ നിയമിക്കുകയും പിന്നീട് അങ്ങോട്ട് സോണിയുടെ പ്രധാന പദ്ധതികളുടെ എല്ലാം പിന്നിൽ ഒരു വലിയൊരു ഭാഗമായി ബ്രണ്ടൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു തൊഴിലാളി എന്നതിലുപരി ഒരു പരിഗണന പോലും ബ്രണ്ടന് ലഭിച്ചിരുന്നില്ല.
ഇതിൽ പരിഭവപ്പെട്ട് നിൽക്കുന്ന ബ്രണ്ടൻ്റെ ജീവിതത്തിലേക്ക് സൗത്ത് കൊറിയയിലെ ബ്ലൂ ഹോൾ കമ്പനിയിൽ നിന്നും കിം എന്ന വ്യക്തി അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അന്ന് ബ്രണ്ടൻ അറിഞ്ഞിരുന്നില്ല ഇത് തൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മെസ്സേജാണെന്ന്. നിങ്ങളുടെ ഗെയിംസ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞ കിം ബ്രണ്ടനെ സൗത്ത് കൊറിയയിലെ തൻ്റെ ബ്ലൂ ഹോൾ കമ്പനിയിൽ എത്തിക്കുകയാണ്. ലോകത്ത് ഇന്നേ വരെ ആരും കളിക്കാത്ത ഒരു ഗെയിം ഉണ്ടാക്കണം, അതായിരുന്നു അവരുടെ പ്ലാൻ. അതിനുവേണ്ടി 2016 കിം ബ്രണ്ടന് നൽകിയത് 1 വർഷവും തൻ്റെ കമ്പനിയിലെ 35 ഡെവലപ്പേഴ്സിനെയുമാണ്. ഇവിടെ ഓർക്കേണ്ടത് ബ്രണ്ടൻ അന്ന് കുറച്ച് ഗെയിംസ് ഉണ്ടാക്കിയെന്നല്ലാതെ ഒരു വലിയ ഡെവലപ്പർ ഒന്നുമായിരുന്നില്ല. പക്ഷേ തോൽക്കാനുള്ള മനസ്സ് ബ്രണ്ടന് ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് തൻ്റെ 35 ഡെവലപ്പേഴ്സിനെയും ഒന്നിച്ചിരുത്തി ബ്രണ്ടൻ നടത്തിയ ഹൈലി ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിരുന്നു പ്ലെയേഴ്സ് അൺനോൺ എന്ന പേരിൽ 2017 മാർച്ച് 23 പുറത്തിറക്കിയ ഗെയിം. പബ്ലിഷ് ചെയ്യുന്ന ഓരോ രാജ്യത്തും റെക്കോർഡ് വിജയം നേടിയ പ്ലെയേഴ്സ് അൺനോണിന് പ്ലെയേഴ്സ് അൺനോൺ ബാറ്റിൽ ഗ്രൗണ്ട് അഥവാ പബ്ജി എന്ന് പിന്നീട് പേര് മാറ്റുകയായിരുന്നു നിർമ്മാതാക്കൾ. 2018 പബ്ജിയുടെ മൊബൈൽ വേർഷൻ അവതരിപ്പിച്ചതോടുകൂടി ഈ ഗെയിം മറ്റൊരു ചരിത്രം കുറിക്കുകയായിരുന്നു. ഇന്ന് മില്യൺസ് ഓഫ് ഡൗൺലോഡ്സ് ഉള്ള പബ്ജിയുടെ മോട്ടീവ് 2000 പുറത്തിറങ്ങിയ ബാറ്റിൽ റോയാൽ എന്ന ജാപ്പനീസ് ഫിലിമിൻ്റെ സ്റ്റോറി ആയിരുന്നു. അന്നത്തെ ഭക്ഷണത്തിന് ഗവൺമെൻറ്റിൻ്റെ സഹായം തേടേണ്ടി വന്ന ബ്രണ്ടൻ ഗ്രീനിൻ്റെ ഇന്നത്തെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഏകദേശം 1500 കോടിയാണ് ബ്രണ്ടൻ്റെ ഇന്നത്തെ റവന്യൂ. ഇഫ് യു ആർ ട്രൈയിങ് ടു ദ റെഡ് സോൺ യു ആർ നോട്ട് എ വെരി ഗുഡ് പ്ലെയർ. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന ബ്രണ്ടൻ്റെ സന്ദേശമാണ് പബ്ജി ലോകത്തിന് കൈമാറുന്നത്. പബ്ജി കളിച്ച് ഏണിങ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ, ബൈ.